വീണ്ടും കണ്ടെയ്നർ ബ്ലോക്ക് ചെയ്ത് ദുരസിംഹം അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ് സാർ. What did you say? Switch on the channel. സാർ, എന്തിനാ സാറേ വണ്ടി അടഞ്ഞത്? എല്ലാം കസ്റ്റംസ് ക്ലിയറൻസ് ഉള്ള കണ്ടെയ്നേഴ്സാ. ഇത് തടയാനുള്ള അധികാരം നിങ്ങൾക്കില്ല. കൊള്ളാടാ, 340 ഏക്കർ ഹാർബർ മാത്രമാണ് സെൻട്രൽ ഗവൺമെന്റ് കസ്റ്റംസ് കൺട്രോൾ. ബാക്കിയുള്ള മൊത്തം സ്ഥലങ്ങളും ഞങ്ങളുടെ കൺട്രോളിലാ. വായ പൊത്തി മാറി നിന്നോ. ഇതെന്താ സാർ ഇതൊക്കെ? ഇവരെ ഉടനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു ചെയ്യാം. സ്ക്രാപ്സ് അറിയാതെ ഇങ്ങോട്ട് അയച്ചതാണ്, തിരിച്ചയച്ചോളാന്ന് അവർ പറയും. ഇതൊക്കെ ആരാ സർ ചെയ്യുന്നത്? ഓസ്ട്രേലിയയിലുള്ള ബിസിനസ്മാൻ ആയിരിക്കാം, സമൂഹത്തിലെ ഏറ്റവും വലിയ പണക്കാരനുമായിരിക്കാം. ഇല്ല, ആയിരിക്കാന്ന് പറഞ്ഞ് എങ്ങനെയാ സർ കണ്ടുപിടിക്കാൻ പോകുന്നത്? നീ മീഡിയ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. കൃത്യം 11 മണിക്ക് വീട്ടിലെ സ്റ്റേഷനിൽ വന്ന് MD ഇല്ല സാർ. മുഴുവൻ പ്രസ്സുകാരും ആളാരാണെന്ന് അറിയാൻ കാത്തിരിക്കുക. ഞാനൊന്ന് വാ തുറന്നാൽ 40 പ്രസ്, 400 പോലീസ്, കസ്റ്റംസ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, തഹസീൽദാർ, സബ് രജിസ്ട്രാർ, കളക്ടർ, മുഴുവൻ ആൾക്കാരും അവന്റെ ഓഫീസിന് മുമ്പിൽ 11 മണിക്ക് വന്നേക്കാം. വാക്കാണെങ്കിലും അല്ലെങ്കിലും വരുമ്പോ ഒരു കൂട്ടത്തോടെ വലിഞ്ഞു കയറി വന്നിട്ട് കാര്യമില്ല. നീ തനിച്ചു വരണം. എല്ലാവരും ഒന്ന് പുറത്തു നിൽക്കുക. എന്നെ നിന്റെ ഓഫീസിൽ നിർത്തണമെന്ന് ഒരു ദിവസം മുമ്പല്ലേ നീ തീരുമാനിച്ചേ? നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണമെന്ന് നിന്നെ കണ്ട അന്ന് ഞാൻ തീരുമാനിച്ചാളാ. അതുകൊണ്ടാ എന്നെ ഓപ്പൺ ചെയ്യേണ്ടിയിരുന്ന കണ്ടെയ്നർ ഇന്ന് തന്നെ ഓപ്പൺ ചെയ്തത്. പണം സമ്പാദിക്കുന്ന ലഹരിയാണെന്ന് നീ പറഞ്ഞില്ലേ? അങ്ങനെ നിനക്ക് ലഹരി വേണമെങ്കിൽ കുടിച്ചേതെങ്കിലും വഴിയരികെ പോയി കിടക്കണ. കങ്കാരു അണ്ണാനും മാത്രമുള്ള നാട്ടിൽ ജീവിക്കുന്ന നിനക്കിത്ര അഹങ്കാരമാണെങ്കിൽ സിംഹവും പുലിയും ചീറ്റയും വാഴുന്ന മഹത്തായ നാട്ടിൽ ജീവിക്കുന്ന എനിക്കെത്ര വേണോടാ? വ്യവസായത്തിനും കുടിവെള്ളത്തിനുമായി ഉപയോഗിക്കുന്ന അരുവികളിലും കുളങ്ങളിലും വേസ്റ്റ് കൊണ്ടിടുന്ന അഹങ്കാരമല്ല നിനക്ക്. 32 കുട്ടികള് നീ കാരണം ശ്വാസം മുട്ടി. വേദന തോന്നില്ല നിനക്ക്? എന്നിട്ട് തർക്കുത്തരം പറയുന്നോ? ദൈവം നിനക്ക് വാരിക്കോരി തന്നിട്ടില്ലടാ, പിന്നെ എന്തിനാടാ പാവങ്ങളുടെ ചട്ടിയിൽ കൈയിടുന്നേ? ജന്മനാടിനെ അപമാനിക്കുന്നത് സ്വന്തം അമ്മയെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാടാ. ചോക്ലേറ്റ് കഴിച്ച് അതിന്റെ കവർ റോഡിൽ കളയാതെ പോക്കറ്റിൽ സൂക്ഷിച്ച് വീട്ടിൽ കൊണ്ട് കളയുന്ന ശീലം ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടടാ. എല്ലാ സ്ട്രീറ്റിലും ഡസ്റ്റ്ബിന്നും ആവശ്യത്തിനനുസരിച്ച് ടോയ്ലറ്റ്സും വരും. അന്ന് ഞങ്ങളുടെ നാട് വേറെ ലെവലായിരിക്കൂടാ. ആ എന്റെ നാടിനെയാണോ നീ കുപ്പത്തൊട്ടി എന്ന് പറഞ്ഞത്? 7,560 kilometers seashore, 10% hill stations, 3,27,000 square kilometer deserts, 6,85,000 square kilometers of forest, 58% agriculture land. എല്ലാ വിഭവങ്ങളുള്ള നാടാണ് ഞങ്ങളത്. And now is the youngest nation in the world. ഇപ്പൊ തന്നെ നിന്റെ ഷർട്ടും പാൻറ്റും ഒരു സെല്ലിനകത്ത് അടയ്ക്കേണ്ടതാ. അങ്ങനെ ചെയ്താ നിന്റെ അടുത്ത് ജോലി ചെയ്യുന്ന എംപ്ലോയീസ് തൊട്ട് നിന്റെ കമ്പനി ഷെയർ വാങ്ങിയ പൊതുജനങ്ങൾ വരെ അപമാനിക്കപ്പെടും. അതുകൊണ്ട് നിനക്കൊരു അവസരം കൂടി തരാം. ഈ വൃത്തികെട്ട ജോലി നിർത്തി ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് സറണ്ടർ ആയാൽ ഇന്ത്യൻ പീനൽ കോഡ് വിൽ സ്പീക്ക്. ഞാനായിട്ട് പിടിച്ച Where are you? मैं मुंबई में हूँ. Come to Vizag immediately. अभी आऊंगा सर. നീ ഇവിടെ തന്നെ നിൽക്കും, ഞാൻ അകത്ത് പോയിട്ട് വരാം. ശരി. Yes. Sir, Miss Vidya has come for an interview with you, sir. I'm not in the mood for an interview right now. Clear out. Sir, അവർ ദുരസംഘത്തെ പറ്റി മോശമായിട്ട് ആർട്ടിക്കിൾ എഴുതി വരാം. ഉള്ളോട്ട് വരാൻ പറ. സാർ, അങ്ങോട്ട് വരുന്ന റിപ്പോർട്ടറുടെ ബാഗിൽ ഹിഡൻ ക്യാമറ റെക്കോർഡിംഗിലാണ്. Get your details and get back to me immediately. It's okay. നിങ്ങൾ സ്റ്റീൽ ഇൻഡസ്ട്രിയിലെ നമ്പർ 1 ആണല്ലോ. അവിടെ ദുരസംഘത്തിന്റെ ലവറാണ് സാർ. What was the question you are asking? നിങ്ങൾ അയൺ വേസ്റ്റ് ഒക്കെ ഏത് കൺട്രിയിൽ നിന്ന് എടുക്കുന്നത്? Next. അല്ല, ഏത് കൺട്രിയാന്നാ ചോദിച്ചത്? Ask all your questions. I am going to give only one answer. ഓസ്ട്രേലിയയിൽ നിങ്ങൾ വലിയൊരു ബിസിനസ്മാൻ ആണ്. അവിടെ നിന്നാണോ ഈ വേസ്റ്റും മെഡി വേസ്റ്റും? അവൻ ചോദിക്കാൻ പറഞ്ഞയച്ചാണോ? സർ, ദുരൈസിംഗം ചോദിക്കാൻ പറഞ്ഞയച്ചതാണോന്ന്? Did he send you to trap me? You want to become a spy? Bloody spy! How dare you come to my office? How dare!
Get up! Ugly bitch! ഇന്റർവ്യൂ എടുക്കാൻ വന്നതാ. Strip her! Rape her in front of me! എന്തായി കാണിക്കുന്നേ? ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാ. ഇവിടെ വെച്ച് നമുക്ക് രാജീവിനെ രക്ഷപ്പെടുത്തിക്കൂടെ? You're right. Hey! ഇവളെ പെട്ടെന്ന് പാക്ക് ചെയ്യ. Sedate her. ആരാ? സർ, ഞാൻ ആന്ധ്ര ടുഡേയിലെ വിദ്യയുടെ ഫ്രണ്ടാ സംസാരിക്കുന്നത്. സർ, അവർ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വിറ്റൽ പ്രസാദിന്റെ ഇന്റർവ്യൂ എടുക്കാൻ പോയതാ. പ്രോബ്ലം വന്ന് മെസ്സേജ് ചെയ്തു, പക്ഷെ അവിടെ ചെന്ന് ചോദിച്ചപ്പോ അവർ വന്നില്ലെന്നാ പറയുന്നത്. അവളുടെ ഫോൺ നമ്പർ അയക്കേ. Hey, Duray Singham. ഡയറക്റ്റ് ലൈനിൽ വന്നല്ലോ. ആ പെണ്ണ് ഞാനുമായിട്ട് ഒരു ബന്ധമില്ല. അവള് വിട്ടേക്ക്. ബന്ധമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് അവളുടെ ഫോണിലേക്ക് വിളിച്ചേ? ഭാര്യയെ ഫാക്ടറിയിൽ വെച്ചിട്ട് ഡിവോഴ്സ് ആണെന്ന് ലോകം മുഴുവൻ പറഞ്ഞിട്ട് ഇവളുടെ കൂടെ ഡേറ്റിംഗ് ചെയ്യുവാണോ? നിന്റെ ഭാര്യയില്ലേ നല്ല സുന്ദരിയാ, സൂപ്പറാണ് അവള്, സെക്സി ഫിഗർഡാ. Then why this girl? I want my man to land in Vizag in next 3 hours. ഞാൻ അവനെ വിട്ടേക്കാം, പക്ഷെ റോഡ് മാർഗം അയക്കാൻ പറ്റും. Why? പോലീസ് കസ്റ്റഡിയില്ല, ഫ്ലൈറ്റിൽ കയറ്റാൻ പറ്റില്ല, കുറച്ച് പരിക്കുകളുണ്ട്. പരിക്കുകളുണ്ട്? Shit! Kiran, Tuticorin to Vizag, how far? 1382 കിലോമീറ്റർ, 22 മണിക്കൂർ ജേർണി. And what's the center point of it? Calculate right now. നെല്ലൂർ സിറ്റി കഴിഞ്ഞുള്ള നായിഡുപേട്ട ടോൾ പ്ലാസ. Hey Singham, I'll give you 11 hours. Naidupeta toll plaza is the center point. Avada kondettikkan para. I'm going to call my man every hour. He has to travel towards me. And I'm going to call you every 2 hours. But you have to pick up my call. But your signal should be in Toothukudi. If you show your police giri and intelligence, I promise you one thing. 25 kgs of flesh. 35 kilos of bones. 6 liters of blood will be lying on the road. For you. മുരളി സാർ, എന്റെ മൊബൈൽ സിഗ്നൽ തൂത്തുകൂടി കാണിക്കാവൂ. ഞാൻ വൈശാഖ് പോകുമ്പോഴും വരുന്ന കോൾസ് എല്ലാം അറ്റൻഡ് ചെയ്യണം. കോൾ ഡൈവേർട്ട് ആവാൻ പാടില്ല. എന്തെങ്കിലും മാർഗമുണ്ടോ? ആ സ്ഥലത്തുനിന്ന് പ്രീപെയ്ഡ് കാർഡ് വാങ്ങണം. അതിന്റെ പുറകിൽ ഒരു സിം നമ്പർ ഉണ്ടാവും. അതെനിക്കൊന്ന് അയച്ചാൽ മതി സാർ. അരമണിക്കൂർ കഴിയുമ്പോൾ ഡബിൾ ആക്ടിവേഷൻ ചെയ്യാൻ സാർ. സാർ, ബോട്ട് നടുക്കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബോട്ട് കരക്കടിപ്പിക്കേ. ഇവനെ വണ്ടി കയറ്റ്. ശരി സാർ. ഉടനെ ഇവനെ കൊണ്ട് പുറപ്പെട്ടോ. ഞാൻ അടുത്ത sir. ഫ്ലൈറ്റിന് വൈശാഖിന് പോകും. നിങ്ങൾ നായിഡുപേട്ട ടോൾ ഗേറ്റ് എത്തുമ്പോൾ 3 മണിയാവും. അതിനുള്ളിൽ ആ പെണ്ണ് എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ഷൺമുഖൻ ചേട്ടാ, നിങ്ങളുടെ ആളുകൾ കുറച്ച് പേര് 300 മീറ്റർ ഡിസ്റ്റൻസിൽ ആ ജീപ്പിനെ ഫോളോ ചെയ്യണം. ബാക്കിയെല്ലാം ഫോണിൽ പറയാം. സർ. 9:30 വൈശാഖിൽ ലാൻഡ് ചെയ്യും. വിദ്യയുടെ ഫ്രണ്ടിനെ വിളിച്ച് എന്താണ് ഡീറ്റെയിൽസ് എന്ന് അന്വേഷിച്ച് വെക്കുക. ഓക്കെ സർ. Yeah, Rajiv, where are you right now? AP 31 4556. രാജമന്ത്രി പാസ് ചെയ്തു സാർ. ആ കാർ നമ്പർ വെച്ച് സിറ്റിക്കകത്തുള്ള ഔട്ടർ പോസ്റ്റ് ടോൾ ഗേറ്റ് വല്ലം ചെക്ക് ചെയ്യും. 1.5 മണിക്കൂറിനാണ് ഞാൻ അവിടെ റീച്ച് ആവും. ഓക്കെ സർ. Where is Singham? ഈസ് ഇൻ തൂത്തുക്കുടി. സാർ, നായിഡു പെട്ടെന്ന് 200 കിലോമീറ്റേഴ്സാ. ദിണ്ടിവനം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക സാർ. ആ വണ്ടി ട്രേസ് ചെയ്ത് നോക്കിയപ്പോൾ 4th ടോൾ ഗേറ്റ് കടന്നു പോയിട്ടുണ്ട്. സാർ വരൂ സാർ. ഈ വണ്ടി സാർ. അതൊന്ന് സൂം ചെയ്ത് കാണിച്ച്. ഈ വണ്ടി അകരമുടി കഴിഞ്ഞിട്ടുണ്ടാവില്ല. NH5 എല്ലാ ടോൾ ഗേറ്റും ഇതിൽ കാണാം സാർ. സർ, ആ വെഹിക്കിൾ ഇനി അകലമ്പടി കഴിഞ്ഞിട്ടില്ല സർ. അപ്പൊ വീണ്ടും ഈ ടോൾ ഗേറ്റ് ക്രോസ് ചെയ്തോ? റിട്ടേൺ വെഹിക്കിൾ ഫുട്ടേജ് ഒന്ന് കാണിച്ചു. സാർ, 8 മിനിറ്റിൽ ആ വണ്ടി റിട്ടേൺ ആയിട്ടുണ്ട്. സാർ, ഒരു പക്ഷേ ആ പെൺകുട്ടി വീണ്ടും സിറ്റിക്കുള്ളിൽ ചിലപ്പോൾ അവൾ വേറെ വണ്ടിയിലേക്ക് മാറ്റിയേക്കാം. 5 to 5:30 അകരമുടി നീ ടോൾ ഗേറ്റിലേക്ക് വന്ന വെഹിക്കിൾസ് ഒന്ന് കാണിച്ചു. യെസ് സാർ. ഇതില് ഏത് വെഹിക്കിൾസാ ഈ ടോൾ ഗേറ്റ് കിടക്കാത്തത്? ഇപ്പൊ നോക്ക് സാർ. സാർ, ഒരേ ഒരു ആംബുലൻസ് മാത്രമേ ടോൾ ഗേറ്റ് കടന്നിട്ടില്ല സാർ. 10 മിനിറ്റിനുള്ള ആംബുലൻസ് അകലമ്പടി ടോൾ ഗേറ്റിൽ എത്തി സാർ. ഉടനെ റിട്ടേൺ ആയോ? മെട്രോ ചാരിറ്റി ട്രസ്റ്റ് ആംബുലൻസ്. സൂമിൻ നമ്പർ 4151 സാർ. Where is Duray Singham now? അവന്റെ മൊബൈൽ സിഗ്നൽ ഇപ്പോഴും തൂത്തുക്കുടിയില്ല. എന്താ സാർ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? സുഖമില്ലാത്തൊരു പെൺകുട്ടി മിസ്സിംഗ്. ഇവിടെ അഡ്മിറ്റ് സാർ, ഇത് ആയിട്ടുണ്ടോ പബ്ലിക് ചാരിറ്റി ഹോസ്പിറ്റലാണ്. രാത്രി നിങ്ങൾ സെർച്ച് ചെയ്യാൻ പോയാൽ എല്ലാ പേഷ്യൻസിനും അത് ബുദ്ധിമുട്ടാവും. നിങ്ങൾ പറഞ്ഞ ശരി തന്നെയാ. താങ്ക് യു ഡോക്ടർ. സാർ, എന്താ സാർ ഇത്? നിങ്ങൾ എന്തിനാ പെണ്ണ് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ആ പോലീസ് സൈക്കിൾ മണം പിടിച്ച് ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ ഉള്ളൂ. എന്താ പറഞ്ഞേ?
അവരിപ്പോ വൈശാഖില. സാർ നിങ്ങൾ ഇതിനെ വീണ്ടും കൊണ്ട് കയറുക. പോലീസുകാരനെ നായെന്നോ? നീ പറയുന്നത് കേൾക്കാൻ ഇവിടെ ഫോൺ വെച്ചിട്ട് തന്നെയാടാ പോയേ. സാർ ഞാൻ ടോൾ പ്ലാസയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ പറയാം. ഓക്കെ സാർ. വെയിറ്റ്, ഒരു മിനിറ്റ്. പുറകോട്ടെടുക്ക്. എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ അവർ ഒരു പെണ്ണിനെ ദ്രോഹിച്ച് കാവ്യ. പുറത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് സേഫ് അല്ല. നമ്മുടെ ഫാക്ടറി ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. ഉടനെ അങ്ങോട്ട് കൊണ്ടുപോ. അവിടെ എല്ലാം റെഡി ആയിരിക്കും. പ്രൊപ്പഹോളം ഗ്ലൂക്കോസിൽ മിക്സ് ചെയ്ത് ഓവർഡോസ് കൊടുത്തിരിക്കുക. അതുകൊണ്ട് ഇനി 3 ദിവസത്തേക്ക് ബോധം തിരിച്ചു വരാൻ സാധ്യതയില്ല. പക്ഷെ ഇങ്ങനെ വിടുന്നത് വലിയ റിസ്ക്കാ. അത് ചിലപ്പോൾ കോമാ സ്റ്റേജിൽ എത്തിക്കും. സാർ, അപ്പോൾ ബോധം തിരിച്ചു വരണമെങ്കിൽ ബ്ലഡ് ഡയാലിസിസ് ചെയ്യണം. ഐ വിൽ അറേഞ്ച് ഫോർ ഇറ്റ്. സർ, ഒരു സൈൻ ചെയ്യണം. ഇറ്റ്സ് എ പ്രൊസീജിയർ.